കഴിഞ്ഞ വർഷം അതായത് 2024 സിനിമകളെ സംബന്ധിച്ച് അത്ര നല്ലൊരു ഇയറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്രം അക്രോസ് ദ ഗ്ലോബ് ഉള്ള മൂവികൾ കുറേ അനലൈസ് ചെയ്ത് നോക്കി. അപ്പോൾ അത്ര നല്ല ഫിലിംസ് ഒന്നും ഇറങ്ങിയിട്ടുള്ള ഒരു വർഷമായിരുന്നില്ല 24. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ ഈ വർഷം നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലെല്ലാം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഉള്ള സിനിമകളാണല്ലോ ഷോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അപ്പോഴും മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ്ലി സിനിമകളൊക്കെ ഒരു പ്രത്യേകതരം ഒരു ജോൺറയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സിനിമകളും നമുക്ക് കാണാൻ പറ്റുന്ന അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടുകളോ അല്ലെങ്കിൽ പറയാൻ സ്റ്റോറികളില്ലാത്തൊരവസ്ഥയുണ്ട്. പിന്നെ ചില സിനിമകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബോറടിക്കുകയും നമ്മൾ സാധാരണ ഞാനൊന്നും തിയേറ്ററിൽ നിന്ന് അങ്ങനെ എക്സിറ്റ് ചെയ്യാറില്ല. എനിക്ക് നല്ല ഒരു സിനിമ കാണാൻ നല്ല പേഷ്യൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ ഞാൻ പല സിനിമകളും കാണാതെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബിബ്സിൽ. കാരണം ബോറടിച്ചിട്ടാണ്, വേറെ കാരണങ്ങളൊന്നും പറയാനില്ല. പൊതുവെ ഒരു ഡിക്ലൈൻ തീമുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ സിനിമ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, ഒരു നെറേറ്റീവ് സ്റ്റൈൽ എന്നൊക്കെ പറയണത്, ഇതിലൊക്കെ നല്ല രീതിയിൽ പ്രശ്നങ്ങളുള്ളൊരു കൊല്ലമായിട്ടാണ് 24-നെ ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മളെ കൂടെ അറ്റൻഡ് ചെയ്ത മറ്റ് സിനിമ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ് ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബിബ്സിൽ കണ്ട ഒരു 5 സിനിമകൾ എനിക്ക് ബേസിക്കലി വളരെയധികം ഇഷ്ടപ്പെട്ട 5 സിനിമകൾ നമുക്ക് ഇന്നൊന്ന് ചെക്ക് ചെയ്യാം. വളരെ ചെറിയ എന്താ പറയുക ഒരു റിവ്യൂ ആണിത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 5 സിനിമകൾ ചൂസ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് പറയാം. ഇതൊരു റാൻഡം സെലക്ഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ചൂസ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ഓർഡറിൽ എടുക്കരുത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ബിബ്സിൽ പോയ ഫസ്റ്റ് ഡേ കണ്ട സിനിമയാണ് ഫയർ. ഫയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹിന്ദിയിൽ ചിത എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് കാപ്രി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. വിനോദ് കാപ്രി ഒരു പഴയൊരു TV ജേർണലിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ മൂപ്പരുടെ സിനിമകളൊക്കെ അത്യാവശ്യം ഒരു അവാർഡ് ടൈപ്പ്, അവാർഡ് എന്നല്ല, ഒരു കുറച്ച് സീരിയസ് ടോപ്പിക്സ് ഡീൽ ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ കാൺ ടേക്ക് ദിസ് ഷിറ്റ് എനിമോർ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കാപ്രിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഈ ഫയർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു തീം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് IFKയിൽ 2-3 വർഷം മുന്നേ കണ്ട ഉത്തമ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഒരു ബൊളീവിയൻ ഫിലിമാണ്. അപ്പോൾ അതിൽ ഇതുപോലൊരു 2 ഓൾഡ് ഏജ് കപ്പിൾ അവരുടെ ഒരു ഓൾഡ് ഏജ് എങ്ങനെ ഡീൽ ചെയ്യുന്നു തനിച്ച് എന്നുള്ളൊരു തീമാണ്. എക്സ്ട്രീം ഹോട്ടായിട്ടുള്ള ഒരു വെതറിൽ ഏതാണ്ട് ഇത് സിമിലർ ആയിട്ടുള്ള ഒരു തീമാണ് ഈ ഫയറിൽ കാണുന്നത്. ഇവിടെ ഉത്തരാഖണ്ഡാണ് സ്ഥലം. അപ്പോൾ വിനോദ് കാപ്രി തന്നെ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്, അതായത് ഈ സിനിമ കഴിഞ്ഞിട്ടുള്ള Q&A സെഷനിൽ പറയുന്നത് ആൾ ബേസിക്കലി അവിടെ നിന്നുള്ള ഒരാളാണ്. അപ്പം അവിടുത്തെ കംപ്ലീറ്റ് ടെറൈനും അവിടുത്തെ ജിയോഗ്രഫി അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ പേഴ്സണലി അറിയുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സിനിമയിൽ 2 ഓൾഡ്, ഇത് പറഞ്ഞ പോലെ വളരെ ഓൾഡായിട്ടുള്ള, എക്സ്ട്രീംലി ഓൾഡായിട്ടുള്ള 2 കപ്പിളാണ്. അപ്പോൾ അവരിങ്ങനെ അവരുടെ ലൈഫ് ഈ എക്സ്ട്രീം കോൾഡ് വെതറുള്ള ഒരു ഹിമാലയൻ ഒരു ബെൽറ്റാണല്ലോ ഉത്തരാഖണ്ഡ്. അപ്പോൾ അവിടെ ഡെസേർട്ട് ചെയ്യപ്പെടുന്ന ഗ്രാമങ്ങളുണ്ട്. അതായത് അവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ, അവിടെ റോഡ്സ് ഇല്ല. ഇപ്പോൾ ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നൊരു ഷോട്ട് അതാണ്. വയ്യാതായി കഴിഞ്ഞാൽ ഇവരെ ഷോൾഡർ ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. മനുഷ്യന്മാർ തന്നെ ക്യാരി ചെയ്തിട്ട് റോഡുള്ള സ്ഥലം വരെ എത്തിക്കേണ്ട, വളരെ ടഫായിട്ടുള്ള ടെറൈൻസിലൂടെയൊക്കെ അങ്ങനെ എത്തിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഗ്രാമങ്ങൾ വിട്ട് ഇങ്ങനെ ഫെസിലിറ്റീസ്, സ്കൂൾസ് ഇല്ല, ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് ഒക്കെ ഫാർ അവേ ആണ്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഇങ്ങനെ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ചിട്ട് സെമി സിറ്റികളിലേക്കോ അല്ലെങ്കിൽ വലിയ സിറ്റികളിലേക്ക് തന്നെ പണി ഒക്കെ കിട്ടി അവരുടെ മക്കൾക്കൊക്കെ പണിയൊക്കെ കിട്ടുമ്പോൾ മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒറ്റപ്പെട്ട 1-2 ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് മാറും. ഈ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് വിനോദ് കാപ്രി ഫയർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്ത 2 ഓൾഡ് ആളുകളാണ് ഇതിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അവർ ട്രെയിൻ ചെയ്തിട്ട് അഭിനയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പദം സിംഗ്, ഹീരാദേവി, ഇങ്ങനെ 2 ഓൾഡായിട്ടുള്ള ഒരു കപ്പിൾ. അവർ റിയൽ ലൈഫിലെ കപ്പിളല്ല, അവർ ഈ സിനിമയിലെ കപ്പിളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹീരാദേവി കുറച്ച് ഒരു അമച്വറാണ് അഭിനയിക്കുന്നതിൽ. പക്ഷേ
പദം സിംഗ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കുറേ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെറൈനാണ്. അപ്പം അതിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇവരുടെ ആ ഒരു ഓൾഡ് ഏജ്, ഇവരുടെ സഫറിങ്സും ഇവർ കീപ്പ് ചെയ്യുന്ന, ഇവരെന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു, അവർ മറ്റുള്ളവരെല്ലാവരും പോകുമ്പോഴും ഇവർ മാത്രം അവിടെ എന്തുകൊണ്ട് സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തീമുണ്ട്. ഒരു ഹോപ്പ് അവരെ ലീഡ് ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കാനായിട്ട്. അതാണ് ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് ഓരോ. അപ്പോൾ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നുന്നൊരു സിനിമയാണ്. വളരെ പോഗ്നൻ്റ് ആയിട്ട്, വളരെ ടച്ചിങ് ആയിട്ട് നമ്മളെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, എസ്പെഷ്യലി ഇതിൻ്റെ എൻഡൊക്കെ. അപ്പോൾ പിന്നെ ആ ടെറൈനിലെ ജിയോഗ്രഫി നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. നല്ല രസത്തിലുള്ള ഷോട്ടുകളൊന്നും പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ അങ്ങനെയുള്ളൊരു ജിയോഗ്രഫി, കംപ്ലീറ്റ് മൗണ്ടനും വാലീസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, ഹിമാലയൻ ഏരിയയാണ്. അപ്പം ആ ഒരു സംഭവം നന്നായിട്ട് പിന്നെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുക. ആ സ്ഥലം മുഴുവൻ നമുക്ക് ഇങ്ങനെ എൻജോയ് എന്ന് അറിയുന്നില്ല, ആ സ്ഥലം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്നർ ഷോട്ടുകൾ, ഉള്ളിലുള്ള കുറേ ഷോട്ടുകളുണ്ട് ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്ത്. അതൊക്കെ ഭയങ്കര, അതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ മിക്കവാറും ലൈറ്റിംഗ് ഇല്ല, അത് നാച്ചുറൽ ലൈറ്റിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സിനിമ എനിക്ക് വളരെ, ഞാൻ ഫസ്റ്റ് ഡേ കണ്ട സിനിമയാണ്, അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പായ എന്ന് പറഞ്ഞ സിനിമ. ഇതാണ് എൻ്റെ ഒരു നമ്പർ 1 സിനിമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ബ്രസീലിയൻ ഫിലിമാണ്. സിനിമയുടെ പേര് മാലു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചത് മാലു തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്, മാളു അല്ല, എന്തായാലും മാലു ആണെന്ന് പറഞ്ഞു. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണല്ലോ. അപ്പോൾ ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് 3 ജനറേഷനിലുള്ള സ്ത്രീകൾ, അതായത് അമ്മ, മകൾ, മകളുടെ മകൾ. അപ്പോൾ ഇതിൽ സെൻട്രൽ അതായത് സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന ഈ മാലു എന്ന് പറയുന്നത് നടുവിൽ നിൽക്കുന്ന ആളാണ്. ഈ 2 ജനറേഷന് നടുവിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മാലു മുന്നേ ഒരു ആക്ട്രസ് ആയിരുന്നു. ഒരുപാട് പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഡ്രാമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഭയങ്കര ആർട്ടി ആയിട്ടുള്ള ഒരു വുമണാണ്. അപ്പോൾ ഇവരെ മകള്, ഇവർ സെപ്പറേറ്റഡ് ആണ്. പിന്നെ ഇവരെ മകള് ഇവരെ ഹസ്ബൻഡിൻ്റെ കൂടെ ഫ്രാൻസിലാണ്. അപ്പോൾ ഈ മകള് തിരിച്ചു വരില്ല, മകള് ഇവരെ കാണാനായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ 3 ആൾക്കാരായല്ലോ, ഗ്രാൻഡ്മ, അമ്മ, ഈ മകൾ. ഇവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ്, ജനറേഷൻ ഗ്യാപ്പ്, അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ്സിലൊക്കെയുള്ള ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള പിന്നെ അമ്മയുടെ പെർസ്പെക്റ്റീവ് വേറെ, മകളുടെ ഒരു വേറെ തരം, കംപ്ലീറ്റ്ലി ഒരു അനാർക്കിയൊക്കെയുള്ള ഒരു ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാം. മകൾ വേറെ അത്യാവശ്യത്തെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു മോഡേൺ ലൈഫിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഒരു 3 പേരും ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് നോയ്സ് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിലുള്ള കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇമോഷൻസ് എല്ലാവരും ബൈൻഡ് ചെയ്യിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഡിഫറൻസുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീടും, അല്ലെങ്കിൽ ബഹളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സ്ഥലം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാലു എന്ന് പറഞ്ഞ ഈ ആക്ട്രസ്, യാര നോവിയസ് എന്നുള്ളൊരു ആക്ട്രസ്സാണ്. അവരുടെ അഭിനയമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് നമ്മളിങ്ങനെ പറയും, സിനിമകളിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ മാത്രം ഷോൾഡർ ചെയ്യുന്ന ചില സിനിമകളുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഇപ്പോൾ നമ്മളുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആടുജീവിതത്തിൽ പൃഥ്വിരാജാണല്ലോ എൻറ്റയർ സിനിമേനെ ഷോൾഡർ ചെയ്യുന്നത്. ടെക്നിക്കലി അങ്ങനെയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് തന്നെയാണെങ്കിലും സിനിമ വേർഷനിൽ അത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയൊക്കെയാണ് ഇതിൽ മറ്റു ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ സിനിമേനെ, മാലു എന്ന് പറഞ്ഞ സിനിമേനെ ഷോൾഡർ ചെയ്യുന്ന മാലു തന്നെയാണ്. അവരുടെ ഒരു ടെറിഫിക് ആക്ടിങ് ആണ്. ഭയങ്കര ഇമോഷണലായാലും ദേഷ്യം വരുന്നതാണെങ്കിലും, അതുപോലെ ബാക്കി അവരുടെ കുറേ ഫുൾഫിൽ ചെയ്യാതെ കിടക്കുന്ന കുറേ ഡ്രീംസ് ഉണ്ട്. സ്വതവേ ഒരു സോഷ്യലി ഒരു റെസ്പോൺസിബിളായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യണം, ആർട്ടൊക്കെ സ്പ്രെഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഗുഡ്നെസ് ഒക്കെ ഉള്ളിലുള്ള ഒരാളാണ്. പക്ഷേ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല അനാർക്കി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നുമല്ലാതെ ആയിപ്പോയി എന്നൊക്കെ തോന്നുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മളൊരു 50 വയസ്സൊക്കെ ആയി, അങ്ങനൊരു
ഓൾഡ് ഏജിലേക്ക് ഇങ്ങനെ കടക്കുന്ന സമയത്ത് നമ്മളെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് ഇതൊന്നും ഒരിക്കലെത്തിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് പല രീതിയിലായിരിക്കും വെൻ്റ് ഔട്ട് ചെയ്യുക. ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിട്ടായിരിക്കും, ചിലപ്പോൾ വേറെ രീതിയിലുള്ള ഇമോഷണൽ ഒരു സംഭവങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ വീണ്ടും ഈ ഹോപ്സുകളൊക്കെ, ഈ ഡ്രീംസൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ക്ലിങ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ഇനിയും ചെയ്യും, അപ്പോൾ അതിന് മകളുടെ ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അങ്ങനെ ഒരു ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. അതെല്ലാം വളരെ വളരെ മനോഹരമായിട്ടാട്ടോ ഇവർ പോർട്രേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവരിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. സിനിമയിൽ അത്യാവശ്യം ശബ്ദമൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ത് സിനിമയാണെന്ന് വിചാരിക്കും, പക്ഷെ പിന്നീട് അത് വളരെ മീനിങ് ഫുള്ളായിട്ടാണ് അവസാനം. പിന്നെ എൻഡ് ഷോട്ടൊക്കെ ഭയങ്കര രസമുള്ള ഷോട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് പെഡ്രോ ഫെറിയ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സിനിമകളൊക്കെ എടുക്കുന്നൊരു ഡയറക്ടറാണ്.